ബിസിനസ് വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ ബാംഗ്ലൂർ ഡേയ്സിന്റെ സെക്കൻഡ് വീഡിയോ ആണ്. അപ്പൊ ഇന്ന് നമ്മൾ രാവിലെ എണീറ്റ് ഇതാ ഒരു 10:30 ഇപ്പൊ നമ്മള് എവിടേക്കാ പോണത്? ഏതോ എന്തോ ഒരു സൂലോട്ടാണ് കേട്ടോ പോണത്. രാവിലെ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല, എണീറ്റപാടെ റെഡിയായി. ഇനി നമ്മൾ ഫുഡ് കഴിച്ചിട്ട് സൂലോട്ട് പോവാണ്. അതിനുശേഷം നെക്സ്റ്റ് പ്ലാൻ. പിന്നെ തണുപ്പ് കറക്റ്റ് ആണ് കേട്ടോ. ഇന്നലെ ഞാൻ കുറെ റീൽസിലൊക്കെ കണ്ടു, കൂർഗിലും 13, ബാംഗ്ലൂരും 13 സെയിം ആണ്, അതുപോലെ തന്നെയായിരുന്നു. അതുകൊണ്ട് രാത്രി എത്തുമ്പോഴത്തേക്കൊക്കെ ഒരു സൈഡായി. പിന്നെ വേഗം ഉള്ളിൽ വന്ന് പുറത്തിറങ്ങാൻ ഇത്തിരി ടാസ്ക് ഉണ്ട്. പക്ഷെ നമ്മളൊരു 10 മണി വരെ ഇന്നലെ പുറത്തായിരുന്നു. പക്ഷെ ഹുഡി ഇട്ട് ഗ്ലൗസ് ഇട്ട് സോക്സ് ഒക്കെ ഇട്ടിട്ടായിരുന്നു ഇന്നലത്തെ എന്റെ ജീവിതം. സോ ഇനി നെക്സ്റ്റ് ഡേ ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. തലവേദന വന്നു എന്ന് പറഞ്ഞ അപ്പ കഴിക്കാൻ ഗുളികയുണ്ട്. എവിടെ എല്ലാം പാവം എല്ലാം ബാഗിൽ സെറ്റ് ചെയ്തിട്ടാണ് പോണത്. ഒരു വഴിക്ക് പോകുമ്പോ എനിക്ക് തലവേദന വന്നാ എനിക്ക് കഴിക്കാൻ പിന്നെന്താണ് എല്ലാത്തിനും മരുന്നുകൾ, മുട്ടായികൾ, ഗുളികകൾ, വയറുമറിയുമ്പോ കഴിക്കാനുള്ളത്. പാവം ഭർത്താക്കന്മാരുള്ളതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് പറ. ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഫോണുകൾ പിടിക്കാം അല്ലേ, ഫോണ് പിടിക്കാൻ ആളുണ്ട്, മരുന്നുകൾ പിടിക്കാൻ ആളുണ്ട്. ഇത് അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങണം. ഇനി എന്തോ നമ്മളൊന്ന് വാങ്ങണം എന്ന് പറഞ്ഞല്ലോ, സ്ട്രെപ്സിൽസ്. ഇനി അതും കൂടെ ബാഗിൽ വെച്ച് കഴിഞ്ഞാൽ ഉത്തമമായി. സഞ്ചരിക്കുന്ന മെഡിക്കൽ ഷോപ്പാണ് വൈശോട്ടൻ. കറക്റ്റ് കൊണ്ടുപോകണം, ഊബർ ബുക്ക് ചെയ്ത് തരണം, സ്ഥലത്തിലോട്ട് എത്തിക്കണം. കാരണം വൈശാട്ടിന് ബാംഗ്ലൂർ അറിയും. ബാംഗ്ലൂർ വൈശാട്ടൻ എങ്ങനെയാണ് ആ കയ്യിലാണ് എന്നാണ് പറയപ്പെടുന്നത്. ശരി, ആദ്യം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോകും, അതിനുശേഷം ഊബർ ബുക്ക് ചെയ്താൽ മതി. ഇതാ നമ്മളുടെ ടീം റെഡി ആയിട്ട് സെറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ജോലിക്ക് പോകാനുള്ള ഓട്ടത്തിലാണ് രാവിലെ തന്നെ. ഇനി ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പോകണം. എവിടേക്കാണെന്നൊരു ഐഡിയ ഇല്ല ഗായ്സ്. എല്ലാരും ഒന്ന് തിരിയൂ. നിഷാദ് ഒന്ന് തിരി. കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് എവിടേക്കാണ്? നീ ഇങ്ങോട്ട് ഫ്രണ്ടി വാ. എവിടേക്കാന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാൻ, ഇഡ്ഡലി കഴിക്കാൻ. ഈ ഫുഡ് കഴിക്കാനുള്ള പോക്കിലാണ്. ഞാൻ ബെന്നി ദോശ വാങ്ങിക്കൊടുക്കാൻ വിചാരിച്ചു. ബെന്ന ദോശ, ബെന്നിയല്ല ബെന്ന. അതാണ് നമ്മൾ കഴിക്കാൻ പോണത്. അറിയില്ല, അവിടെ കിട്ടിയ കഴിക്കാം. ഇതൊക്കെ എന്താ ഭാഷ? എന്തൊക്കെയോ ഫുഡ് ഐറ്റംസ് ആണ് പറയുന്നത്. ഒരു എന്ത് ദോശ പറയോ? ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? എന്തൊക്കെയാ ഇപ്പൊ പറയണേ നമ്മള്? ഓക്കെ, ഇതൊക്കെ എന്ത് ബാത്ത്? ചോച്ചോ ബാത്ത്, ബിസ്മില്ല ബാത്ത്. ഏതാ നല്ല ബാത്ത്? ഒരു ഫുഡ് ഓർഡർ ചെയ്യാൻ കഷ്ടപ്പാടേ. എന്താണിത്? ഓക്കെ ഓക്കെ. അയ്യോ, ബിസ്മില്ല ബാത്താ? മിക്സർ കഴിക്കി നോക്കട്ടെ. വേസ്റ്റ് ആക്കാൻ പാടില്ല. യൂട്യൂബിൽ വന്നിട്ടുണ്ട് സ്വച്ഛ ഭാരത്. എടുത്തിട്ട് വാ. 3ാമത്തെ വർഷമാണ് ഈ ചക്ക ഇടുന്നത്. സക്സസ്. നമ്മൾ അങ്ങനെ ലൊക്കേഷൻ എത്തിയിട്ടോ. പക്ഷെ ഇപ്പം ഭയങ്കര വെയില്. ഇതാണ് നമ്മൾ പോകുന്നത്. എന്താണ്? ബന്നേറുഘട്ട ബയോളജിക്കൽ പാർക്ക് ബാംഗ്ലൂർ.
എന്താ ഇവർക്കിനെ കൊണ്ട് ഞാൻ തോറ്റ്. സോ നമ്മള് ഇനി ഇവിടേക്കാണ്. പക്ഷെ നമ്മൾ വന്ന ടൈം തെറ്റിപ്പോയി. 12:45 ഇങ്ങനത്തെ തൊപ്പി എടുത്താൽ സൂപ്പറായിരിക്കും. ബ്രൗൺ തൊപ്പി എടുക്കുവോ? വിഷയമായിരിക്കും. ബ്രൗൺ ഉണ്ട്. അതാ ഈ ഡ്രസ്സിന് മാച്ച്. അതിന്റെ തന്നെ ബ്രൗൺ വേണം. അത്ര അത് വേണ്ട. ഇതാണ് എനിക്ക് വേണ്ടത്. രസമുണ്ട്. അത് രണ്ടും നോക്കണേ. സ്റ്റൈലും നോക്കണം, സേഫ്റ്റി നോക്കണം. പിന്നീട് യൂസ് ചെയ്യണ്ടേ. ഇത് പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് അടിപൊളിയായിട്ടാണ്. ഇത് നന്നായിണ്ട്. ഈ ഒരു ഡ്രസ്സിന് നന്നായിട്ടില്ലേ? ഇങ്ങനത്തെ ബാഗ് വേണം അവിടെ നിന്ന് വാങ്ങാൻ വേണ്ടി കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ. ഇത് പറ, ഇതാണോ എടുക്കണ്ടേ? തർക്കിച്ചുകൊണ്ടിരിക്കട്ടെ. ഇവിടെ ശരിക്കും ബാംഗ്ലൂർ ഫുൾ നമ്മള് വില പേശി മേടിച്ചാലേ കാര്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഫുള്ള് നമ്മള് എല്ലാവരും തൊപ്പിയെടുത്തു. ഞങ്ങൾ 4 പേരും തൊപ്പിയെടുത്തു. 4 പേരും തൊപ്പിയെടുത്തേ. അപ്പൊ പറഞ്ഞ മാക്സിമം കുറച്ചിട്ട് മേടിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ കുറേ ഷോപ്പുകളുണ്ട്. നമ്മൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോകുന്നത് കൊണ്ട് അങ്ങനെ വേറെ ഒന്നും പർച്ചേസിങ് ഒന്നും ചെയ്തില്ല. ഇതിപ്പം നല്ല വെയിലായതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് തൊപ്പി മാത്രം ഇവിടെ നിന്ന് എടുത്തു. ബാക്കി ഇനി കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോയിട്ട് കുറേ പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പം അതുകൊണ്ട് വേറെ പർച്ചേസിങ് ഒന്നുമില്ല. ഇപ്പം തന്നെ സമയം 1 മണി കഴിഞ്ഞു. ഇനിയിപ്പം ബാക്കി സഫാരിയാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോണത്. അപ്പം സഫാരി ഫസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്ത പരിപാടി. നമ്മൾ ആദ്യം സൂ എടുത്തിട്ടുണ്ട്, സഫാരി എടുത്തിട്ടുണ്ട്, ബട്ടർഫ്ലൈ പാർക്ക് എടുത്തിട്ടുണ്ട്. എന്താ ഇവിടുത്തെ ആൾക്കാർ മനുഷ്യനെ തല്ലാൻ വരുന്ന പോലെ സംസാരിക്കുന്നത്. അയ്യോ പേടിയാവുന്നു. നമുക്കാണെങ്കിൽ അവർ പറയുന്നത് മനസ്സിലാവുള്ളൂ. ഒന്നാമത്തത്. രണ്ടാമത്തത് മനുഷ്യനെ തല്ലാൻ വരുന്ന പോലെ സംസാരിക്കുന്നു. നമ്മൾ ബട്ടർഫ്ലൈ പാർക്ക് എടുത്തിട്ടുണ്ട്, സൂ എടുത്തിട്ടുണ്ട്, സഫാരി എടുത്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ഇങ്ങോട്ട് പോയാ മതിയോ? അതാ വൈശോട്ടൻ. നിങ്ങൾ ഗ്ലാസ് ഒന്ന് മാറ്റാ മതിയോ? ശരി, ഇത് കണ്ടിട്ട് എന്നാ അങ്ങോട്ടേക്ക് പോവാന്ന് തോന്നുന്നു. പഠിക്കാൻ തുടങ്ങിയപ്പോ മുതൽ ബുക്കിൽ ഒരു സീബ്ര കണ്ടിട്ടില്ലേ? ആ സീബ്രയാണ് ആ സീബ്ര. കറക്റ്റ്. എത്ര വർഷം നമ്മൾ ബുക്കിലാണ് കണ്ടുകൊണ്ടിരുന്നത്. സീബ്രന്റെ മൂടാണ്. ശരിയാണ്. ഇതിന്റെ ഫ്രണ്ട് കിട്ടണമെങ്കിൽ അതേ പോകണം. നമ്മൾ അങ്ങോട്ടൊക്കെ പോയില്ലേ? അതല്ലേ സൂ. അപ്പൊ അടുത്തുനിന്ന് എടുക്കാം. അതാ ജീറാഫ് അപ്പുറത്തുണ്ട്, നമുക്കത് കാണാം. കുടിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അവർക്കും ദാഹിക്കുണ്ടാവില്ലേ? അത്ര വെയിലത്ത് ഫുൾ ടൈം നിൽക്കണ്ടേ? 2 ജിറാഫും പേയേഴ്സാണ്. ഇപ്പൊ ഫുൾ ജിറാഫ് വെള്ളം കുടിക്കുന്ന കാഴ്ചയാണ് ഇപ്പം വൈശാട്ടൻ ക്യാമറയിൽ പകർത്തുന്നത്. സീബ്ര ഇവിടെ വന്ന് എല്ലാവരെയും ജസ്റ്റ് ഒന്ന് വന്ന് കാണാൻ വേണ്ടി വരുന്നില്ല. തണുപ്പത്ത് നിൽക്കുകയാണ്. അതിന്റെ മൊട്ടുംകാലിന്റെ അത്രയ്ക്ക് ഉണ്ടാവും. തലയെടുപ്പുള്ള സീബ്ര. ഇത് ആക്ച്വലി എന്തോ ഒരു നിൽഗൈ എന്തോ ഒരു പേരില് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലായിട്ടില്ല അതെന്താ സാധനം എന്ന്. അതെന്താ സാധനം? അതെന്താ കരടിയാണോ? ബ്ലാക്ക് ബിയർ ഒന്നും അല്ല, പക്ഷെ അവിടെ എഴുതി വെച്ചിരിക്കുന്നു. കുട്ടികള് അല്ലേ? ആ, ഇത് രസമുണ്ട് കേട്ടോ. ഇവർക്ക് ഇത്തിരി ഉഷാറുണ്ട്. ചിലവർക്ക് ഉഷാറില്ല, ചിലവർക്ക് ഉഷാറുണ്ട്. പക്ഷെ ചെറിയ ചെറിയ മാൻകുട്ടികൾ. വേറെ ഒരു ടൈപ്പ് ഓഫ് മാൻ കേട്ടോ. അതിന്റെ കൊമ്പ് നോക്ക് അല്ലേ? ഭയങ്കര സീൻ. ഇതിന്റെ കുട്ടികളെ കാണിച്ചു കൊടുക്ക്. ഇതിന്റെ കുട്ടികൾ ചന്തുന്റെ പൂർണ്ണ ജന്മത്തിലെ ഭർത്താവല്ല, സഹോദരൻ. അയ്യോ അല്ലല്ല, സഹോദരനല്ല. ആ പൂർണ്ണ ജന്മത്തിൽ സഹോദരനാണ്. എനിക്ക് തോന്നുന്ന നിന്റെ മുഖം അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. എന്റെ കുടുംബത്തെ ആക്ഷേപിച്ചു. നമ്മൾ വേലയ്ക്ക് വരുന്ന ആനകളുടെ
പോലെ രസമില്ല അങ്ങനെ ഏകദേശം ഇവിടുത്തെ എല്ലാം കണ്ടുട്ട്. പക്ഷെ എന്താ പറയാ, ഒന്നിനും ഒരു ഉഷാറില്ല. പിന്നെ അങ്ങനെ പ്രതീക്ഷിച്ചത്ര ഒരു കാരണമല്ലേ, പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. ഇനി ശരിക്കും ടൈഗർ ലയണൊക്കെ ആണോ ഇനി സഫാരിക്ക് കാണിക്കുന്നതെന്ന് അറിയില്ല കേട്ടോ. ഇവിടെ അങ്ങനെയൊന്നും കണ്ടില്ല. പിന്നെ അത്ര ഞാൻ എക്സ്പെക്ട് ചെയ്ത അത്ര ഒന്നും വന്നില്ല. ഇനിയിപ്പോൾ സഫാരിക്ക് പോയിട്ട് ബാക്കിയുണ്ടോ നോക്കട്ടെ. കണ്ടു, കാണിച്ചു കൊടുക്ക്. ഇതല്ല, ഉറങ്ങുകയാണ്. എല്ലാത്തിനും ഒരു ഉഷാറില്ല. എല്ലാം നിനക്ക് അന്നൊരു കാട്ടാവനെ മൂടി വെച്ചിരിക്കുകയാണ്. ഇന്ന് കണ്ട എല്ലാത്തിൻ്റെയും മൂടാണ് ചേർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേർഡ്സിന്റെ സെക്ഷനിൽ. കൃഷ്ണ പരുന്താണ് കൃഷ്ണ കലരിട്ട എന്തൊക്കെയോ ഉണ്ട്. നീ നടന്നോ, എടുക്കാം. 500 meters to walk. ഇവര് ബാംഗ്ലൂർ വന്നതും ഒരേ ഇംഗ്ലീഷ്, മദാമ ഇംഗ്ലീഷാണ്. എന്താ പറയുന്ന ഒരു മനുഷ്യനൊരു പിടിയില്ല. ഞാൻ എടുക്കാട്ടാ. Around 15 minutes. 10 to 15 minutes. It depends on how we go. So we can go. കേട്ടല്ലോ ഇംഗ്ലീഷ്. നമ്മൾ എന്തിനാ വൈകിയത്? എവിടെ എത്താൻ വൈകി? സഫാരി അല്ലേ? സഫാരിക്ക് പോവാൻ ഇനി 10 minutes നമുക്ക് നടക്കണം. 2:30 സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. നമ്മൾ ഇനി വേണം സഫാരിക്ക് പോവാനായിട്ട്. സ്വന്തം എന്തൊക്കെയോ പ്രതീക്ഷിച്ചാണ് വന്നത്. നമ്മൾ സൗത്ത് ആഫ്രിക്കയിലെ ട്രിപ്പ് ഒക്കെ പോയില്ലേ, ഈ കൂട്ടിനുള്ളിലൊക്കെ ഇരുന്നിട്ട്. അപ്പൊ ഈ പുലിയൊക്കെ ഇങ്ങനെ വരില്ലേ, എന്നിട്ട് നമ്മളിങ്ങനെ വണ്ടിയില് ഇപ്പോ അവന്റെ 400 രൂപയ്ക്ക് എന്താ പുലി വരുത്തണായിരുന്നു. ഇതിപ്പോ എന്താന്ന് അറിയില്ല കേട്ടാ. ഗ്രില്ലില്ലാത്ത വണ്ടി, അപ്പൊ പുലിയും വരില്ല, ഒന്നും വരില്ല. ചന്ത എന്തൊക്കെയോ പ്രതീക്ഷിച്ചാണ്. ഹൗസ് ദ എക്സ്പീരിയൻസ്? എന്തോ ഡിസപ്പോയിന്റിങ്. എന്റെ സങ്കല്പം ഒന്നും അങ്ങനെ ആയിരുന്നില്ല. നമുക്ക് ആഫ്രിക്കയിൽ പോവാം. പുലിയൊക്കെ ഇങ്ങനെ വരണം. അങ്ങനെ പുലി പോയിട്ട് എന്തെങ്കിലും വരുമോ? നമ്മളങ്ങനെ ബസ്സിൽ കയറിയിട്ടാണ് സഫാരിക്ക് പോകുന്നത്. നമുക്ക് ഫ്രണ്ടിൽ കിട്ടില്ല സീറ്റ്. വിശാഖത്തെയും വൈഫും വെയിലുണ്ട്. ഇനി എന്താ കാണാന്നൊന്നും അറിയില്ല കേട്ടോ. എന്താ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇപ്പം എനിക്ക് എന്താ കാണുകയെന്ന് എന്താ കാണുകയെന്ന് അറിയാത്തതിൻ്റെ ഒരു ടെൻഷനാണ്. മാനാണ് ആദ്യമായിട്ട് കണ്ടത് കേട്ടോ. ഈ മാൻ തന്നെയാണ് സൂയിലും കണ്ടത്. അത് സൂല് വളർത്തുന്നത്. ഓ, ഇത് കാട്ടില്. ഇതെന്താ കാട്ടുപോത്താ? സാധാ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓരോ സ്ഥലത്തും ഒരു വണ്ടി സ്റ്റോപ്പ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ നമുക്ക്. അത് നല്ല രസമുണ്ട്. ഇതെന്താണ്, കാട്ടുപോത്താണോ? ണ്ടല്ലോ, ഇതിന്റെ 2 ആനകളെ എടുത്തിട്ട് സൂര്യ കൊണ്ട് നിർത്തി ബാക്കിയുള്ള ആനനെ കറക്റ്റ് ഇവിടെ നിർത്തി. ഇത് അനങ്ങില്ല. അവിടെ നിന്ന് അവർക്ക് പട്ടയും കൊടുത്ത് ഇങ്ങനെ ഷോക്കേസിൽ നിർത്തുന്ന പോലെ നിർത്തിയിരിക്കുക, പറ്റിക്കാൻ. നോക്ക്, അനങ്ങില്ല. ഇല്ല, അത് എത്ര അതിനെ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടാ. കണ്ടെന്നാ പിന്നെ അവർക്ക് ഇതിന്റെ സൂര്യ തന്നെ കൊണ്ട് നിർത്തിയാൽ പോരെ. കെട്ടിയിട്ടിട്ട് നിർത്തണമെങ്കിൽ വെറുതെയാണ്. ഇത് കണ്ടോ, അവരുടെ ഹോൾ ഫാമിലീസ് ഇവിടെ ഉണ്ട്. ഇതാണ് ശരിക്കുള്ള. ഓക്കെ, ഇതിന്റെ ഉള്ളിലോട്ട് ആൾക്കാരനെ കയറ്റില്ല. ഫുൾ ഡേഞ്ചർ അനിമൽസ് ആണെന്നാണ് പറയപ്പെടുന്നത്. ഫോറസ്റ്റ് ഏരിയ. കണ്ടില്ലെങ്കിൽ, ഒരു പുലിനെ കണ്ടില്ലെങ്കിൽ ഞാൻ പറയാം.
ഇതൊരു പുരിച്ചിരിക്കണം. ശ്രീനാസി പാർക്ക് ഇങ്ങനെ പോണ ഓരോ ടിപ്പ്. ഇതെല്ലാം ഇനി നിങ്ങൾ ലൈനാണ് പറ എന്റെ മാറും. റീൽസ് എടുക്ക വെച്ചോട്ടെ. വൈറ്റ് ടൈഗർ നോക്ക് എത്ര വണ്ടികൾ അതിനെ ഫോക്കസ് ചെയ്യുന്നു നോക്ക്. സെന്റർ ഓഫ് അട്രാക്ഷൻ കണ്ടോ എന്തല്ലേ വിഷയം. ഫുൾ നമ്മൾ വണ്ടി റിവേഴ്സ് എടുത്ത് പോകുന്നത്. ടൈഗറിന്റെ അടുത്തോടെ എന്താ സൈസ് അതിന് വഴി കൊടുക്കുകയോ കുഴപ്പമില്ല. അറ്റാക്ക് ഒന്നും ചെയ്യുന്നില്ല പാവം. വണ്ടി ഇപ്പൊ സ്പീഡ് എടുക്കും. അവിടെ ഇരുന്നു അടിപൊളിയായിരുന്നു. സിംഹം, പുലി എല്ലാം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ പോകുമ്പോൾ ഒത്തിരി സങ്കടത്തോട് കൂടിയിട്ടാണ് കാരണം ഇവരൊക്കെ എന്നെ തളർത്തിയിട്ട് എനിക്കൊരു സങ്കടത്തോടെ ഞാൻ കയറിയത്. പക്ഷെ അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. വേണ്ട, എനിക്ക് നോർമൽ മതി. ബാക്ക് ടു റൂമെത്തിയിട്ടില്ല. സോറി, നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നതാണ്. 5 മണിക്ക് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വന്നതാണ്. അപ്പോൾ ഇനിയിപ്പം ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഇവിടെ തന്നെയാണ് റൂം. അപ്പം ഞാൻ വിചാരിക്കണു ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാമെന്ന്. കാരണം ഇപ്പം തന്നെ നല്ല ലോങ് ആയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ബാംഗ്ലൂർ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പോവാണ് അല്ലേ. ചർച്ച് സ്ട്രീറ്റൊക്കെ ആയിട്ട് അങ്ങനെ പോവാണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കിയെല്ലാം ഇൻക്ലൂഡ് ചെയ്യാം. സോ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും.